എല്ലാ കൂട്ടുകാർക്കും ക്വിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആനുകാലിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ ക്വിസാണിത്. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ആനന്ദ് ഏകർഷി. ആട്ടം എന്ന സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, കേരള പോലീസ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കുറ്റകൃത്യങ്ങളുടെ സാധ്യത പ്രവചിക്കാൻ ഒരുക്കിയ സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ക്രൈം ഫോർകാസ്റ്റിംഗ്. അടുത്ത ചോദ്യം, 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി മത്സരിക്കുന്ന മലയാളി ആരാണ്? ഉത്തരം സിദ്ധാർത്ഥ് ബാബു. പാരാഷൂട്ടിങ്ങിലാണ് സിദ്ധാർത്ഥ് ബാബു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ വളരെയധികം ശ്രദ്ധ നേടിയ മലയാളി വനിതയായിരുന്നു ഗായത്രി നാരായണൻ. എന്താണ് ഇവരുടെ പ്രത്യേകത? ഉത്തരം സമാപന ചടങ്ങിൽ ലിക്സ്റ്റൻസ്റ്റൈൻ എന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ പതാക വഹിച്ചതിലൂടെയാണ് ഗായത്രി നാരായണൻ പ്രശസ്തയായത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാ അഭിരുചി, സർഗാത്മക പ്രായോഗിക ശേഷി എന്നിവ കണ്ടെത്തി മെച്ചപ്പെട്ട ജീവിത നിലവാരം നൽകുന്നതിന് സാമൂഹിക ക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം അനന്യം. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് റേഡിയോ ആരംഭിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഉഷ മേത്ത. അടുത്ത ചോദ്യം, ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അടുത്ത ചോദ്യം, 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം സൂരജ് ബർജാത്യ. അടുത്ത ചോദ്യം, 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ബോംബെ ജയശ്രീ. അടുത്ത ചോദ്യം, 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ആടുജീവിതത്തിന് എത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു? ഉത്തരം 9. അടുത്ത ചോദ്യം, എല്ലാ വർഷവും ആരുടെ ജന്മദിനമാണ് സദ്ഭാവന ദിവസായി ആഘോഷിക്കുന്നത്? ഉത്തരം രാജീവ് ഗാന്ധി. ഓഗസ്റ്റ് 20-നാണ് സദ്ഭാവന ദിവസ്. പാരീസ് പാരാലിമ്പിക്സ് 2024 ഉദ്ഘാടന ചടങ്ങിനായി ഇന്ത്യയുടെ പതാക വാഹകനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം സുമിത് ആൻഡിൽ. അടുത്ത ചോദ്യം, 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം അതെ, നമുക്ക് TB അവസാനിപ്പിക്കാം. വി ക്യാൻ എൻഡ് TB. അടുത്ത ചോദ്യം, 96ാമത് ഓസ്കാർ അവാർഡ് 2024 മികച്ച ചിത്രം ഏതാണ്? ഉത്തരം ഓപ്പൺഹൈമർ. അടുത്ത ചോദ്യം, 96ാമത് ഓസ്കാർ അവാർഡ് 2024 പ്രഖ്യാപിച്ചത്. ഇതിലെ മികച്ച സംവിധായകൻ ആരായിരുന്നു? ക്രിസ്റ്റഫർ നോളൻ. അടുത്ത ചോദ്യം, 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം എമ്മ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. അടുത്ത ചോദ്യം, 96ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം കിലിയൻ മർഫി, ഓപ്പൺഹൈമർ എന്ന ചിത്രത്തിനു വേണ്ടി. അടുത്ത ചോദ്യം, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? ഉത്തരം SK വസന്തൻ. പ്രൊഫസർ SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? ഉത്തരം PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്.
അടുത്ത ചോദ്യം, വയലാർ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കായിരുന്നു? ഉത്തരം ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് ശ്രീകുമാരൻ തമ്പിക്കാണ് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭനാണ് ഈ വർഷത്തെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. എല്ലാ വർഷവും നവംബർ 1-നാണ് പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അടുത്ത ചോദ്യം, 2023 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായത് ആരെല്ലാമായിരുന്നു? ഉത്തരം സാമൂഹ്യ സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി, കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടരാജ കൃഷ്ണമൂർത്തി ഓർ സൂര്യ കൃഷ്ണമൂർത്തിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, 2023 കേരള സാഹിത്യ അക്കാദമി മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? ഉത്തരം ഗിരീഷ് PC പാലത്തിൻ്റെ ഇ ഫോർ ഈഡിപ്പസ് എന്ന നാടകത്തിന്. അടുത്ത ചോദ്യം, 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച യാത്രാവിവരണത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം നന്ദിനി മേനോൻ്റെ ആംചോ ബസ്തർ. അടുത്ത ചോദ്യം, 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച ആത്മകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം കെ വേണുവിൻ്റെ ഒരാൺവേഷത്തിൻ്റെ കഥ എന്ന കൃതിക്ക്. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? നിലവിലെ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദനാണ്. അടുത്ത ചോദ്യം, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ബാലസാഹിത്യത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് ബാലസാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത്. അടുത്ത ചോദ്യം, 2024 കേന്ദ്ര സാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ യുവ പുരസ്കാരത്തിന് അർഹനായത് ആരുടെ കൃതിയാണ്? ഉത്തരം ആർ ശ്യാംകൃഷ്ണൻ എഴുതിയ മീശക്കള്ളൻ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് യുവ പുരസ്കാരം 2024 ലഭിച്ചത്. അടുത്ത ചോദ്യം, 2024 രാജ്യാന്തര ബുക്കർ പുരസ്കാരം ലഭിച്ചതാണ് ആർക്കാണ്? ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപെൻബെക്കിനാണ്. അവരുടെ കെയ്റൂസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.